മാധ്യമങ്ങളും അതുപോലെ തന്നെ TV ചാനലുകളും ഇവിടുത്തെ ഭരണകൂടവും എല്ലാം മുന്നോട്ട് വന്നപ്പോൾ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തനമായ പോപ്പുലർ ഫണ്ടിൻ്റെയും അതുപോലെ തന്നെ SDPIയുടെയും സഹായം നമുക്കുണ്ടായി എന്നുള്ളത് ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. DHRM ചെയ്ത ഒരു തെറ്റ് ദളിത് സമൂഹത്തെ ജാതി സംസ്കാരത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള 25,000 കോളനികളിലും രാഷ്ട്രീയ ചൂഷണത്തെക്കുറിച്ചും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും സംസാരിച്ചുകൊണ്ട് ഓരോ ദളിത് കുടുംബങ്ങളിലും അവർക്കൊപ്പം അവരുടെ ഒരാളായി മാറി നിന്നുകൊണ്ട് അവരുടെ ഈ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തനം ചെയ്തു എന്നുള്ളതാണ് DHRM ചെയ്ത തെറ്റ്. കേവലം ഒരു കൊലപാതക കുറ്റം ആരോപിച്ചുകൊണ്ട് ദളിത് കോളനികളിൽ ഇവിടുത്തെ പോലീസുകാർ നടത്തിയ നരനായാട്ട് കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല പിടികൂടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്, നിന്റെയൊക്കെ മുഴുവൻ ജനസമൂഹത്തെയും ഈ നാട്ടിൽ അടിമകളായി ഇവിടെ അടിച്ചമർത്തി നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഒരു 100 വർഷക്കാലം ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പോലീസ് അധികാരികൾ പറയണമെങ്കിൽ അവരെ നയിക്കുന്ന ഇവിടുത്തെ LDF ഭരണം അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ ജനത ഒരു കാലത്തും ഈ രാജ്യത്ത് രാഷ്ട്രീയത്തെക്കുറിച്ചോ ഇവിടുത്തെ സാമൂഹ്യ നീതിയെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം. എല്ലായിടത്തും ക്ഷേമമാണ്, രാജ്യമാകെ വികസിച്ചു കഴിഞ്ഞു, പുരോഗമനം, സോഷ്യലിസം. ഇപ്പൊ സോഷ്യലിസം എന്ന വാക്ക് ആരും എടുക്കുന്നില്ല. ശിവല്ലാഹ ഗോപാലൻ കാണാതെ പഠിച്ച പഴയ തത്വശാസ്ത്രം ഇവിടെ ഉദ്ധരിച്ചപ്പോഴൊക്കെ എനിക്കും ആവേശം വന്നു പോയി. പക്ഷെ ഇന്ന് ആ പദങ്ങളെല്ലാം ഇന്ന് കടമെടുത്തോണ്ട് പോയിരിക്കുകയാണ്, കവർന്നെടുക്കുകയാണ്. ഒരു വിപ്ലവകാരി ഉപയോഗിക്കുന്നില്ല. കാരണം കേരളം മാറി മാറി എത്ര പ്രാവശ്യം ഭരിച്ചു. എല്ലാവർക്കും ഭൂമി, ആർക്ക്? പിന്നോക്കക്കാർക്ക് ഭൂമി. ഭൂമി കൊടുക്കാനിന്റെ ബാക്കിയില്ല, എടുക്കാൻ ചെല്ലുമ്പോ ഭൂമിയില്ല. കൊടുത്തു വന്നു. നമ്മളെ ദുഃഖത്തിലാഴ്ചുന്ന ഒരു സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്കൂളിലെ ബസ് നിയന്ത്രണം വിട്ട് സ്കൂൾ വിട്ട അവസരത്തിൽ കണ്ണൂർ ഭാഗത്ത് കടന്നു പോയി 10 കുട്ടികളുടെ മരണം സംഭവിച്ചു. ആ 10 കുട്ടികളുടെ മരണം സംഭവിച്ചപ്പോൾ കേരളമാകെ ഞെട്ടി.